അപ്പോഴേ നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു വോട്ട് കൊടുത്ത് അതിനകത്തങ്ങാണ് നിർത്ത്, ആ ബിഗ് ബോസ് ഹൗസിനകത്തങ്ങാണ് നിർത്തുന്ന. പുറത്തിറങ്ങി വന്ന് അപരാധം കാണിയത് തുടങ്ങിയോ? ഈ ഡാൻസ് അല്ല അപരാധം, ഇപ്പൊ ഡാൻസ് പാർട്ടി, പബ്ബില് ഡാൻസ് പാർട്ടി, ഡാൻസർ, എന്തൊക്കെയോ പറയുന്നു. ആ വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. പുള്ളിക്കാരി ഇപ്പൊ ഏതോ പബ്ബിൽ പോയിട്ട് അവിടെ ഡാൻസർ ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. അതാണല്ലോ ഇപ്പൊ ഒരു ചർച്ചാ വിഷയം. അകത്ത് നിന്നപ്പോൾ കോൺട്രവേഴ്സി ഒന്നുമില്ല, പുറത്തു വന്നത് വീണ്ടും തുടങ്ങി കോൺട്രവേഴ്സി. ആ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും സംസാരിക്കാൻ പോകുന്നത്. വീണ്ടും നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം രേണുസുതിയുടെ വിഷയം ഒന്ന് പൊട്ടിത്തെട്ടി എടുത്തിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതാണവരും സബ്സ്ക്രൈബ് ആയിട്ട് പ്ലഗനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൊടുക്കുക. കമന്റ് ബോക്സിൽ എന്തെങ്കിലും കമന്റ് ഇടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അൺസബ്സ്ക്രൈബ് ഒഴികെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കൂടുതലായിട്ട് എടുക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം രേണുസുതി രേഷ്മ തങ്കച്ചൻ്റെ ഒരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. ഈ രേഷ്മ തങ്കച്ചൻ്റെ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി ഈ പുറത്ത് കാണിക്കുന്ന പെർഫോമൻസിന്റെ 10-1 ആ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിച്ചിരുന്നെങ്കിൽ പുള്ളിക്കാരി ആ 70 ക്യാമറകളുണ്ട്, ഒരു ക്യാമറയെ പോലും പെടാത്ത പുള്ളിക്കാരി എങ്ങനെ അങ്ങനെ നടന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എടാ ഒന്ന് തുമ്മിയാലല്ലേ ബിഗ് ബോസ് അത് കാണിക്കാൻ പറ്റൂ? ഒന്ന് കിടക്കുന്നൊന്ന് നടക്ക്, എന്നാലല്ലേ ഒന്ന് കാണിക്കാൻ പറ്റൂ? കാണിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരാളവിടെ ഉണ്ടെന്ന് പോലും മറന്നുപോയി. ആ പുള്ളിക്കാരി അവിടെ നിന്നപ്പോഴത്തേനും, പുള്ളിക്കാരി പുറത്ത് നിന്നപ്പോഴത്തേനും ഭയങ്കര ഫെയിമും, അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും മറ്റേ സെലിബ്രിറ്റി ആണല്ലോ. ക്യാമറകളുമായിട്ട് കുറെ കുയിലും മഞ്ഞക്കുയിലും പച്ചക്കുയിലും ഒക്കെ പുറകെ നടക്കും. ഈ സാധനം പാടെ നഷ്ടപ്പെട്ടപ്പോഴത്തേനും പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഡൗൺ ആയി ഡിപ്രഷനായി, അതിഭീകര ശോകാവസ്ഥയിലായി. ആ ശോകാവസ്ഥയിൽ നിന്ന് പുള്ളിക്കാരി പുറത്തു വന്നതിന് ശേഷം വീണ്ടും ഒരു പുറവയെ പോലെ ഉയർത്തെഴുന്നേക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി തിരിച്ചിറങ്ങിയപ്പോൾ മുതൽ പലയിടത്തായിട്ട് പോയി ഡാൻസ് കളിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ബിഗ് ബോസ് ഫെയിം അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ബിഗ് ബോസ് ഫെയിം ഉപയോഗിക്കണമെങ്കിൽ ബിഗ് ബോസിലുണ്ടായിരുന്ന രേണു ഉപയോഗിക്കണമെങ്കിൽ ബിഗ് ബോസിനകത്ത് എന്തെങ്കിലും കാണണം. ബിഗ് ബോസിനകത്ത് പുള്ളിക്കാരി നമുക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് പിന്നെയും പഴയ കോൺട്രവേഴ്സികളുടെ രാജകുമാരി രേണുസുതി രേഷ്മ തങ്കച്ചൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരി അറിയപ്പെട്ടത്. അപ്പൊ ആദ്യം ഇറങ്ങി വന്നതിന് ശേഷം കളിച്ചൊരു ഡാൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതൊന്നും അല്ല പ്രശ്നം. പുള്ളിക്കാരി ഒരു ബാറിന്നല്ല ഹോട്ടലിൽ നിന്നാണ് ഇവരെല്ലായിടത്തും പറഞ്ഞത്. ആ ഒരു ഹോട്ടലിൽ ഇന്നോഗ്രേഷന് പോയി. പ്രമോഷന് പോയിട്ട് അവിടെ ആൾക്കാർ ചെറിയ രണ്ടെണ്ണം സ്മോളൊക്കെ അടിച്ചിരിക്കുന്നിടത്ത് പുള്ളിക്കാരി ഡാൻസ് കളിച്ചു. അങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ബാർ ഡാൻസ് കളിച്ചാൽ ബാർ ഡാൻസർ. നമുക്ക് ബാർ ഡാൻസ് എന്നാണ്. ഇതാണ് ഞാൻ പേരും നാളൊന്നും ഞാൻ പറഞ്ഞ് ഞാൻ ഒരു പ്രൊമോഷൻ കൊടുക്കുന്നില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പുള്ളി ഇങ്ങോട്ട് പറയാങ്ങട്ടെ. ഇതാണ് പുള്ളിക്കാരി പോയി പ്രൊമോഷൻ നടത്തിയ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ എന്ന് പറയുന്ന സാധനങ്ങൾ. അതോടൊപ്പം തന്നെ 4 ടേബിൾ റിസർവേഷൻ ഫ്രീ പ്രൊമോഷൻ, ഞാൻ ഫ്രീ ആയിട്ട് തരാം, കൊണ്ടുക്കോ. എനിക്കിന്നെ റീച്ച് ഇല്ലാത്തതുകൊണ്ടൊന്നും കാര്യം കണ്ട. ഈ ഒരു സാധനത്തിനകത്താണ് പുള്ളിക്കാരി പോയി ഡാൻസ് കളിച്ച് പുള്ളിക്കാരിയുടെ നിഷ അതല്ല ഇവരുടെ ഡാൻസ് ഹിറ്റ് ആയത് ഇതിനകത്താണ്. നമുക്ക് ബാക്കിയോടെ കാണാം. സ്ട്രൈക്ക് കിട്ടും, കോപ്പിറൈറ്റ്. ഇവിടെ പോയി ഡാൻസ് കളിച്ച്, ഈ ഡാൻസ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദ വിഷയമായി മാറിയിരിക്കുന്നത്. വിവാദമാകാനുള്ള കാരണം, ഇവിടെ ഇനോഗ്രേഷൻ നടത്തി ഷോർട്ട് ഫിലിം അഭിനയിച്ചുകൊണ്ട് നടന്ന രേണു ദുബായിൽ പോയിട്ട് എന്തൊരു ചെയ്തു? ബാർ ഡാൻസറായി. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പൊ ഇത് വലിയ രീതിയിൽ വൈറലായപ്പോഴത്തേനും ആസ് യൂഷ്വൽ ഞാൻ ഇതൊന്നും കാണാറില്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു. ആ ഫ്രണ്ട്സ് പറഞ്ഞത് വെച്ചിട്ട് മറുപടിയായിട്ട് രേഷ്മ തങ്കച്ചൻ വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞതാണ്, പുള്ളിക്കാരി കാണത്തില്ല, ഫ്രണ്ട്സ് പറഞ്ഞത് നമുക്ക് കേൾക്കാം. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് പാപ്ലോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, അതിന് പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പ്രമോഷന് വേണ്ടിയിട്ടാവുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അത് റെസ്റ്റോറൻറ്റും ബാറും ആണെന്നുള്ളത്. ഒരു ബാറിൻ്റെ പ്രൊമോഷൻ നടത്തുന്നു, റെസ്റ്റോറൻറ്റ് നടത്തുന്നു, ബാറിൽ പോയി ഡാൻസ് കളിക്കുന്നു, ഒന്നും ഒരു തെറ്റില്ല. അതൊക്കെ ഒരു തൊഴിലാണ്. അവരവരുടെ തൊഴിലിനോട് 100% നീതി പുലർത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം അതിൽ കോൺട്രവേഴ്സിയായി. ആ സ്ഥാപനം ഇവർ ചുമ്മാ പോയി അവിടെ 2 തുള്ളിട്ട് വന്നിരുന്നെങ്കിൽ അതിന് ഇമ്മാതിരി റീച്ച് കിട്ടുമായിരുന്നോ? എല്ലാവരും അറിഞ്ഞേ അങ്ങനെ സാധനമുണ്ട്, ഇവരവിടെ ബാർ ഡാൻസർ എന്നൊക്കെ പറഞ്ഞ് സാധനം വേറല്ലേ, കമ്പനിക്ക് ലാഭം, കുമത ഹാപ്പി ഉണ്ടാച്ചി. ബാക്കി പറ. എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണിത്. സോ ഞാൻ പ്രൗഡാണ്. ഞാനൊരു കലാകാരി എന്ന അങ്ങനെ വേണം, ഞാൻ പ്രൗഡ് ആവണം. ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പിൽ ഞാൻ പ്രൗഡ് ആവണം.
പക്ഷെ നമ്മൾ കാട്ടിക്കൂട്ടുന്നൊക്കെ ശരിയാണോ എന്ന് നോക്കണം. ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്, ബാക്കി അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നത്. പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത്. മനസ്സിലായോ? അതിന് ഫാമിലി ഓഡിയൻസ്, ചെറിയ പിള്ളേരുണ്ടായിരുന്നോ ഈ ഡാൻസ് ചെയ്തെടുത്ത്? കുഞ്ഞു പിള്ളേർ ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല കേട്ടോ, ചോദിച്ചെന്നേ ഉള്ളൂ. ഫാമിലി ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരാണും പെണ്ണും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഫാമിലി ഒന്നും പറയാൻ പറ്റത്തില്ല. സോ ഒരു കൂട്ടം ആളുകളുടെ മുമ്പ് ഡാൻസ് കളിച്ചെന്ന് പറയുന്നതാണ് നല്ലത്. അതിനകത്ത് പിള്ളേരുണ്ടോന്നും എനിക്കറിയത്തില്ല. പിന്നെ ദുബായിലെ സെറ്റപ്പ് ഒന്നും എനിക്കറിയത്തില്ല, എനിക്ക് പാസ്പോർട്ട് ഇല്ല, ഞാൻ ദുബായ് ഒന്നും കണ്ടിട്ടില്ല. ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ, ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്ന ഞാൻ പറഞ്ഞില്ല, ഞാനിതൊന്നും കാണാറില്ല. ഒരുപാട് പേര് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. ഞാൻ കണ്ടിട്ടില്ല. വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, അത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷെ എവിടുന്ന് കുറെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. രേഷ്മ തങ്കച്ചൻ എങ്ങനെയാണ് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് പറഞ്ഞു? നമുക്ക് ഞാനിതൊന്നും കാണാറില്ല. ഒരുപാട് പേരോട് പറഞ്ഞു. എനിക്കത് ഇവിടെ ഇത് ആരാടാ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ? എന്റെ പൊന്നളിയ, എനിക്ക് പറഞ്ഞു തരൂ. ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ എനിക്ക് പറഞ്ഞു തരൂ. എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ അതൊരു ഉപകാരകരമാകും. അതായത് രേണു ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ല, അറിയുന്നില്ല, കേൾക്കുന്നില്ല, മിണ്ടുന്നില്ല, കണ്ണടച്ചിരിക്കുക. പക്ഷെ ഇതെല്ലാം രേണുവിനെ ആൾക്കാർ എത്തിക്കും. അപ്പൊ അന്നേരം ഇതെല്ലാം കേൾക്കുന്നുണ്ട്, പുള്ളിക്കാരി എല്ലാം അറിയുന്നുണ്ട്. സെറ്റപ്പ് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. എനിക്ക് ഇത് പുള്ളിക്കാരി ഈ പറഞ്ഞു തുടങ്ങി അന്ന് മുതൽ എനിക്ക് ഈ സെറ്റപ്പ് മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്നും കാണാറില്ല, കേൾക്കാറില്ല, അറിയാറില്ല, എൻ്റെ കൺമുന്നിൽ കൂടെ പോലും പോകാറില്ല. പക്ഷെ എല്ലാം എൻ്റെ ഉൾമനസ്സിൽ ഇങ്ങനെ സിക്സ്ത് സെൻസിൽ ഇങ്ങനെ ആകാശത്തുനിന്ന് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യും. ഞാനത് ഇതിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തരും. എന്തൊരു സെറ്റപ്പ് അത്! ആരും ഇത് പറഞ്ഞു കൊടുക്കുന്നത്? ആ പറഞ്ഞു തരുന്ന ഫ്രണ്ട്സാണ് നിങ്ങളെ കൊണ്ട് കുഴിച്ചടിക്കത്തുള്ള, മനസ്സിലാക്കുക കേട്ടോ. അതിനകത്തൊന്നും ഒരു വിഷയമില്ല. കാരണം റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ട്, വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ എൻ്റെ പൊന്നു സുഹൃത്തെ, താങ്കൾ റീച്ചിലേക്ക് വന്നത് ഈ റീച്ചില്ലാത്ത കുറേ എണ്ണം എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നതൊന്ന് മാത്രമാണ്. നമ്മളെപ്പോലുള്ള കുറേ ആളുകൾ നിങ്ങളെ എടുത്തിട്ട് റിയാക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും ആ പൊട്ടക്കിണറ്റിലെ തവളയായിട്ട് തന്നെ നിന്നേനെ. നമ്മളെടുത്തിട്ട് കുറെ കുറ്റം പറയുന്നതുകൊണ്ടാണ് നിങ്ങൾ റീച്ചിലേക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളോട് നന്ദിയും സ്മരണയും വേണം. പക്ഷെ നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നമുക്ക് അതുപോലെ കുറെ കോൺട്രവേഴ്സി ടോപ്പിക്കുന്നത്, നമുക്ക് നിങ്ങളോട് നന്ദിയും സ്മരണയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് മറ്റേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ വ്ളോഗർ, പുള്ളിക്കാരൻ നല്ല സ്മരണയുണ്ട്. പുള്ളിക്കാരൻ്റെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. സ്മരിക്കാറുണ്ട് ഞാൻ. രേണുസുതിയാണല്ലോ റീച്ചിന്റെ ആള്, തട്ടിക്കോട്ടെ, എനിക്കൊരു വിഷയം. രേണുസുതി റീച്ചിന്റെ എന്ത് മാങ്ങാത്തുള്ളിയെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ റീച്ച് മാങ്ങേണ്ടി ഒന്നും ഇല്ല. വീണ്ടും ഒരു കോൺട്രവേഴ്സി വന്നുകൊണ്ട് എങ്ങനെയൊക്കെയോ അബദ്ധം പറ്റി കയറുന്നുള്ളൂ. ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് റീച്ച് ഉണ്ട്? നിങ്ങൾക്ക് ശരിക്കും എന്ത് റീച്ചാണ് ഉള്ളത്? നിങ്ങളെ കുറ്റം പറയുന്നതാണ് റീച്ച്, അല്ല നിങ്ങൾ ചെയ്യുന്നതല്ല റീച്ച്. ഇത് ആരോട് പറയാൻ? ഞാൻ ഇവിടെ വന്നത് പാപ്പിലോൺ റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നത്. രേണുസുതി അത് ഭംഗിയായിട്ട് ചെയ്തു. ഡാൻസ് കളിക്കുന്ന തെറ്റൊന്നുമല്ല. ഓക്കെ, ഡാൻസ് കളിക്കുന്ന ഒരിക്കലും തെറ്റൊന്നുമല്ല. അവരത് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അതിനോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നു. ഒരു ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. പ്രൊമോഷൻ അവർ ചിന്തിച്ചതിൻ്റെ മേളിൽ അവർ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ കാണിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഇവർ ചെയ്യുന്നത്, ബാർ പോയി ഇനോഗ്രേറ്റ് ചെയ്തതും അവിടെ ഒരു പേരുണ്ടാക്കിയതും ഒന്നും ഒരു തെറ്റല്ല കേട്ടോ. ഇവർ ന്യായീകരിക്കുന്ന ഒരു സംഘം ആളുകളുണ്ട്. ഇത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരു ബാറിന് ഇനോഗ്രേറ്റ് ചെയ്തൊന്നും തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അവിടെ വലിയ മ്ലേച്ഛകരമായ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ഇത് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി, ഒരു ബാറിൽ പോയി ഡാൻസ് കളിച്ചു, ആ സാധനം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതും, അതോടൊപ്പം തന്നെ ഞാനിതൊന്നും കാണുന്നില്ല എൻ്റെ രാമനാരായണ, പക്ഷേ ഏതോ ഒരു രാമനാരായണ എനിക്ക് പറഞ്ഞത് ഈ സാധനത്തിന് മാത്രമേ എനിക്ക് ഒരു അഭിപ്രായ ഭിന്നതയുള്ളൂ. ഇനി രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഇതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം താരം, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. അല്ല, ഞാൻ കണ്ടിരുന്നു ഇവിടെ ബാറിൽ ഡാൻസ് കളിക്കുന്നതൊക്കെ. രേണു റീസെന്റ് ഇപ്പോ ദുബായിലൊക്കെ പോയല്ലോ. ഈ ബിഗ് ബോസ് ഒക്കെ കിട്ടിയ കാരണമാണ് രേണു അങ്ങനെ അവസരങ്ങൾ കിട്ടിയത്. ഈ ദുബായി പോകുന്ന ഒരു അവസരമല്ല. ഞാൻ എന്റെ 20 ദുബായി പോകുന്ന ഒരു അവസരമല്ല. ഈ അതെനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കണ്ണടച്ചിട്ടാ ദുബായ്, ദുബായ് എത്തി. ദുബായ് പോകുന്ന ഒരു അവസരമാണ്. എല്ലാവർക്കും ദുബായി പോകാൻ പറ്റത്തില്ല. ദുബായിൽ എങ്ങനെയാ, നമ്മൾ പൈസ മുടക്കി നമ്മളായിട്ട് പോകുമ്പോൾ അതൊരു അവസരമല്ല. പക്ഷേ നമുക്കൊരു ഇനോഗ്രേഷൻ വന്നിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ വർക്ക് വന്നിട്ട് നമ്മളൊരു സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതൊരു അവസരമാണ്. താങ്കൾ പറഞ്ഞില്ലേ തെറ്റ് നമ്പർ 1. 10ാമത്തെ വയസ്സ് മുതൽ പ്രവാസിയാണ്. അപ്പോ ഈ ദുബായി പോകുക എന്ന് വെച്ചാൽ അത് വലിയൊരു സംഭവമൊന്നുമല്ല. അത് ആർക്ക് വേണേലും പോകാമല്ലോ. അതിപ്പോ ബിഗ് ബോസിൽ പോകണം അങ്ങനൊന്നും ഇല്ല. ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പൈസയുണ്ട്, വിസിറ്റ് വിസ ഉണ്ട്, എങ്കിൽ ആർക്കും പോകാം. ടിക്കറ്റ് എടുക്കാൻ പൈസ ഉണ്ട്, വിസിറ്റിംഗ് വിസ ഉണ്ട്, എങ്കിൽ ആർക്ക് വേണമെങ്കിലും പോകാം. ഇതൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലോ? ഇപ്പൊ രേണുവിനെ സംബന്ധിച്ച് അതൊരു അവസരം തന്നെയാണ്. അവർ ബിഗ് ബോസിൽ പോയത് കൊണ്ടോ, ഈ കൊണ്ട പ്രൊമോഷൻ ഉണ്ടാക്കിയത് കൊണ്ടോ, ഇവർ ഈ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാക്കിയത് കൊണ്ടോ അവർക്ക് കിട്ടിയൊരു അവസരം തന്നെയാണ് അവർക്ക് വന്നിരിക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും അങ്ങ് കയറി ദുബായിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ ദുബായ് ഷെയ്ക്ക് നമ്മുടെ ഇടം കൈയൊന്നും അല്ലല്ലോ. ബിഗ് ബോസിലെ കേറുന്നതിന്റെ മുന്നേ രേണുവിനെ അങ്ങനെ ആരും കൊണ്ടിട്ടില്ല ദുബായിലേക്കൊന്നും. ഒരു വിസ എടുത്ത് അല്ലെങ്കിൽ ഒരു ജോലി നല്ല രീതിയിലൊന്നും ആരും കൊണ്ടിട്ടില്ല. ഇപ്പൊ ജോലിക്കാണോ പോയേക്കുന്നേ? അല്ല, രേണു അങ്ങനെ അല്ല, ഞാൻ കണ്ടിരുന്നു ഇവിടെ ബാറിൽ ഡാൻസ് കളിക്കുന്നതൊക്കെ.
ബാറിൽ പാട്ടും ഡാൻസും. ഇത് എത്ര തവണ പറഞ്ഞു ബാറിൽ ഡാൻസ്. അവര് റെസ്റ്റോറന്റ് ആൻഡ് ബാറിലാണ് പോയത്. അവിടെ ഡാൻസ് കളിക്കാൻ പോയതല്ല, അതിന്റെ പ്രൊമോഷൻ വർക്കിന് വേണ്ടി പോയതാണ്. അത് ഭംഗിയായിട്ട് അവർ നിർവഹിക്കുകയും ചെയ്തു. സത്യത്തിൽ ഈ പുള്ളിക്കാരിക്ക് അത് എന്തൊരു സംഭവം എന്ന് പോലും അറിയത്തില്ല. വേണു ഒന്ന് ന്യായീകരിച്ചേക്കാം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം എടുത്ത് ഇവിടെ ഇട്ടത്. ഫസ്റ്റ് നമ്മൾ ന്യായീകരിക്കുമ്പോഴും എതിർക്കുമ്പോഴും കാര്യം അറിഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. ആയിട്ട് നിൽക്കുന്നുണ്ടോ, അതൊരു ഭാഗ്യമോ? ഇത് എന്താ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അല്ലല്ല, അത് ഭാഗ്യമൊന്നുമല്ല. ഒരു ബാർ ദുബായിൽ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുവാണ് ഒരു ബാർ ദുബായിൽ വന്നു, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ നേരെ ടിക്കറ്റും വിസ എടുത്ത് ദുബായ് പോവാ, ബാറിൽ കയറുക, എനിക്കൊരു ഡാൻസ് കളിക്കണം കേട്ടോ, നിങ്ങൾ ഡാൻസ് കളിക്കാം ആണോ? അതൊരു അവസരമാണ്. നമുക്ക് അവസരം കിട്ടിയാൽ അത് കളിക്കാൻ പറ്റുമോ? അത് ബാറല്ല, എവിടെയാണെങ്കിലും കേട്ടോ. അത് നോർമൽ ആൾക്കാർ പോകുന്ന പോലെ പോയതല്ലേ, എന്തിനു പോയിക്കുവാണെന്ന് തോന്നുന്നു. പക്ഷെ എടാ, എൻ്റെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് നോർമലായിട്ട് ദുബായി പോയി ബാറിൽ കയറി ഡാൻസ് കളിച്ചിട്ടുണ്ട്? ബാറിൽ കയറി എവിടെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചിട്ടുണ്ട്? ഇത് വളരെ നോർമൽ കോമൺ ആയിട്ടുള്ള കാര്യം. ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്ന ദുബായിൽ പോയിട്ടുള്ള എത്ര പേര് നേരെ ദുബായിൽ ചെല്ലുന്നു, റെസ്റ്റോറൻറ്റിൽ കയറുന്നു, ബാറിൽ കയറുന്നു, രണ്ടെണ്ണം അടിക്കുന്നു, സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നു? എത്ര പേര് ചെയ്തിട്ടുണ്ട്? എസ്പെഷ്യലി സ്ത്രീകൾ. ഒന്ന് പറയണേ. ഇവർ പറഞ്ഞ ശരിയാണോ നമുക്ക് അറിയണമല്ലോ, നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണമല്ലോ. ബാറിൽ ഡാൻസ് ഒക്കെ ബാറിൽ ഡാൻസ് കളിക്കുന്നത് കാണുന്നുണ്ട്. എനിക്ക് അറിയില്ല അതിനാണ് പോയിക്കുന്നതെന്ന്. ഇവിടെ കുറെ മീഡിയക്കാരെ കേട്ടിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ കഴിക്കുന്നു, അപ്പം രേണു ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടിരുന്നു. ബാറ് ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. അതിനകത്ത് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അവർ ഇനോഗ്രേഷനോ അല്ലെങ്കിൽ പ്രൊമോഷനോ പോയതൊരു തെറ്റല്ല, അവർ ബാറിൽ പോയി ഡാൻസ് കളിച്ചൊരു തെറ്റല്ല. പക്ഷേ തെറ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിതൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, അറിയുന്നില്ല, പക്ഷെ ഞാൻ ഇതിലെല്ലാം മറുപടി പറയും എന്ന് പറഞ്ഞ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതോടൊപ്പം തന്നെ ഇവരെ ന്യായീകരിക്കുന്ന കുറേ പേരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതോടൊപ്പം തന്നെ ഡാൻസ് എന്നും പറഞ്ഞ് ഇവർ കാട്ടിക്കൂട്ടി എന്താണെന്ന് എനിക്ക് മനസ്സിലായതുമില്ല. പിന്നെ പ്രൊമോഷനല്ലേ പിള്ളേ, എന്തൊക്കെ പ്രൊമോഷൻ ചെയ്ത് ആരൊക്കെ എന്തൊക്കെ ഹിറ്റാക്കുന്നു. ഇതിനകത്ത് എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തു. ഇനി ഞാൻ ഏത് ഫാനാണെന്ന് പറയില്ല കേട്ടോ. നല്ല നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെച്ചേക്കാം. മറ്റു വീഡിയോ ആയിട്ടാണ്. ബൈ.